ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവസാന വർഷ ഡിഗ്രി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത് ഒന്നുകിൽ ഇന്റഗ്രേറ്റഡ് PG +2 വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ PG എക്സാം നമ്മുടെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. സ്വാശ്രയ പഠന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകൾ ഉൾപ്പെടെയുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളുടെയും ഇന്റഗ്രേറ്റഡ് PG പ്രവേശന പരീക്ഷകൾ മെയ് 6, 7, 8 തീയതികളിലായിട്ടായിരിക്കും നടക്കുന്നത്. ഈ ഒരു പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ ഈ മാസം 15-ന് വൈകിട്ട് 5 മണി വരെ നീട്ടിയിട്ടുണ്ട്. അതായത് ഏപ്രിൽ 15-ാം തീയതി 5 മണി വരെ ആയിരിക്കും ആ ഒരു പരീക്ഷയുടെ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ള ഒരു തീയതിയായി വരുന്നത്. ഇതിന്റെ വെബ്സൈറ്റ് https.admission.uoc.ac.in എന്നൊരു സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ പരീക്ഷയ്ക്കായിട്ടുള്ള അപേക്ഷകൾ ചെയ്യാവുന്നത്. ഇതിന്റെ പ്രധാന പഠന വകുപ്പുകളായിട്ട് വരുന്നത് MA ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം, ഉറുദു, അറബിക്, പിന്നെ അധികം ഭാഷകളും. ഇനി MSc വരികയാണെങ്കിൽ കെമിസ്ട്രി, അപ്ലൈഡ് ജിയോളജി, ബോട്ടണി, അപ്ലൈഡ് സൈക്കോളജി, സുവോളജി, ബയോകെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഹ്യൂമൻ സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളും കാലിക്കറ്റ് സർവകലാശാലയിൽ MSc വരുന്നുണ്ട്. MCOM വരുമ്പോൾ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാസ്റ്റർ ഓഫ് തിയറ്റർ ആർട്സ് തുടങ്ങിയ വിഷയങ്ങളും 10 വിഷയങ്ങൾ ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ബിരുദ പ്രോഗ്രാമുകളും മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലും ഈ ഒരു ഇന്റഗ്രേറ്റഡ് PG ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ സർവകലാശാലയിലെ സ്വാശ്രയ പഠന കേന്ദ്രങ്ങളിൽ MSW, MCA, ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റഡ് ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് തുടങ്ങിയ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റു വിവരങ്ങളിലേക്ക് വരുമ്പോൾ PG BPA പ്രോഗ്രാമുകൾക്കുള്ള ബിരുദമുള്ളവർക്കും ഇന്റഗ്രേറ്റ് പ്രോഗ്രാമിലേക്കുള്ള +2കാർക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. മിനിമം മാർക്ക് എന്ന ആ ഒരു ക്രൈറ്റീരിയ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അപേക്ഷയും ഇതിന്റെ കൂടെ പരിഗണിക്കുന്നതായിരിക്കും. സീറ്റുകൾ ഓരോ പ്രോഗ്രാമിന്റെയും പ്രവേശന യോഗ്യത, അപേക്ഷാ രീതി, സെലക്ഷൻ ശൈലി മുതലായ വച്ച് അതിൽ വ്യത്യാസം വരുന്നുണ്ട്. പ്രവേശന സമയത്ത് നിശ്ചിത യോഗ്യത ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ സംവരണം അതിലുണ്ടായിരിക്കും. സർവകലാശാല പഠന വകുപ്പുകൾ മറ്റ് സംസ്ഥാനക്കാർക്ക് ഓൾ ഇന്ത്യ കോട്ട നൽകുന്നുണ്ട്. അതിൽ യാതൊരു വിധ സീറ്റും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടും. ആകെ പ്രോഗ്രാമുകളെ 6 തിരിച്ചാണ് ഈ ഒരു എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു PG അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകൾ നോക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ആ ഒരു അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ എക്സാം മെയ് 6, 7, 8 തീയതികളിലായിട്ട് നടക്കും. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായിരിക്കും നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കാലിക്കറ്റ് സർവകലാശാലയിൽ തുടർഭരണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേടുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.